ഹായ്, ഞാൻ ശ്രീറാം. അരാൽ എൻ്റർടൈൻമെൻറ്റ്സിൻ്റെ പുതിയൊരു പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഇപ്പോൾ വളരെ വിവാദപരമായിട്ടും സോഷ്യൽ മീഡിയയിലൊക്കെ ആഘോഷകരമായിട്ടും ആളുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിസ്കസ് ചെയ്യുന്നൊരു സംഭവമാണ് ഹേമ കമ്മിറ്റി. അതെ, മലയാള സിനിമയെ പിടിച്ച് എല്ലാ തരത്തിലും പിടിച്ച് കുലുക്കി നശിപ്പിച്ചിരിക്കുകയാണ്. പല വൻമരങ്ങളും വീണിരിക്കുന്നു. ഹേമ കമ്മിറ്റി പ്രകാരം പല പല വെളിപ്പെടുത്തലുകളും പുതുതായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. പല നടന്മാരുടെ പേരുകളും കേൾക്കുന്നു. പലരും ചിലരൊക്കെ രാജിവെച്ചു, അവരൊക്കെ പ്രമുഖ സ്ഥാനങ്ങളിൽ നിന്നൊക്കെ രാജിവെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ പക്ഷേ നമ്മുടെ വിഷയം അതൊന്നുമല്ല. ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു വിഷയം പറയാനാണ്. ഇവിടെയുള്ള പല വൻമരങ്ങളും വീഴുമ്പോഴും പലർക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടാകുമ്പോഴും നെഞ്ചും വിരിച്ച് മുണ്ടും മടക്കി കുത്തി മലയാളത്തിൻ്റെ വലിയേട്ടൻ മീശയൊക്കെ അങ്ങനെ പിരിച്ച് നിൽപ്പുണ്ട്. എന്തുകൊണ്ട് അദ്ദേഹത്തിന് അത് സാധിക്കുന്നു? ഇപ്പോൾ സിനിമയിൽ ഓരോ നടന്മാരെ പറ്റിയും ഓരോ രീതിയിൽ ആളുകൾ മനസ്സിലാക്കുന്നു. ഇപ്പോൾ ടൊവിനോ സ്മൂത്ത് ചെയ്യുന്നു, ഫഹദ് ഫാസിൽ സ്മൂത്ത് ചെയ്യുന്നു എന്നൊക്കെ പലരും പറയും. പക്ഷെ അതൊന്നും അല്ല. സിനിമയിൽ മാത്രം ഇപ്പോൾ സിനിമയിൽ ഒരാൾ ഇഴകിച്ചേർന്ന് അഭിനയിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അയാളൊരു പെണ്ണുപിടിയനാണോ അങ്ങനെയൊന്നും നമുക്ക് വിലയിരുത്താനും പറ്റില്ല. പക്ഷെ എന്നാലും എന്തുകൊണ്ട് പല നടന്മാർക്കെതിരെയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നു? ഇപ്പം എൻ്റെ ചെറിയ പ്രായത്തിൽ എടുത്തു കഴിഞ്ഞാൽ മോഹൻലാൽ കളിച്ചും ചിരിച്ചും നടിമാരോട്ട് ഇടപഴകിയും മോഹൻലാലും നടിമാരോട്ട് പല ബന്ധങ്ങളുണ്ടെന്നൊക്കെ റൂമേഴ്സൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. എന്നാൽ അപ്പോഴും എല്ലാവരും പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴകിച്ചേർന്ന് മോഹൻലാൽ അഭിനയിക്കുന്നതുകൊണ്ടാണ് അദ്ദേഹത്തെ പറ്റി അങ്ങനെ ഒരു അലിഗേഷൻ ഉണ്ടായിരിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ ഞാൻ ചോദിക്കുന്ന കാര്യം ഒരിക്കലും അല്ല. കാരണം നമ്മുടെ മമ്മൂക്ക ലാലേട്ടൻ ചെയ്തതുപോലെ ഒരുപക്ഷെ അതിലും ഭീകരമായിട്ട് ഇഴകിച്ചേർന്ന് അഭിനയിച്ചിട്ടുള്ള രംഗങ്ങൾ മലയാള സിനിമയിലുണ്ട്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ കാണാമറയത്ത് എന്ന് പറയുന്ന സിനിമയിൽ സീമയുമായിട്ട് ഇഴകിച്ചേർന്നുകൊണ്ടുള്ളൊരു അഭിനയം മമ്മൂട്ടിയുടെ അടുത്തുണ്ട്. അതുപോലെ തന്നെ അയ്യർ ദ ഗ്രേറ്റിൽ ഗീതയുമായിട്ട് ഇതേ ഗീതയായിട്ട് തന്നെ ആവനാഴിയിലും ഒക്കെ വളരെയധികം ബെഡ്റൂം സീനിൽ വളരെയധികം ഇതായിട്ട് തന്നെ മമ്മൂട്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ട് മമ്മൂക്കയ്ക്ക് എതിരെ ഒരു അലിഗേഷനും ഇല്ല, ആരും ഒന്നും പറയുന്നില്ല? ലുക്ക്, നമ്മൾ സിനിമയിൽ എന്താണ് എന്നതല്ല കാര്യം. സിനിമയിൽ മാത്രം നായകനായ പോരാ, മമ്മൂക്ക ജീവിതത്തിലും അദ്ദേഹത്തിൻ്റെ റിയൽ ലൈഫിലും ഒക്കെ നായകൻ തന്നെയാണ്, ഹീറോ തന്നെയാണ്. മറവത്തൂർ കനവെന്ന് പറഞ്ഞ സിനിമയിൽ ദിവ്യ ഉണ്ണിക്കാണെങ്കിൽ മമ്മൂക്കയോട് വിട്ട ഒരു പാട്ടുണ്ട്. പുള്ളിക്കാരി ഓടിപ്പോയിട്ട് മമ്മൂക്കയോട് ചോദിച്ചു, മമ്മൂക്ക എന്നാണ് നമ്മൾ തമ്മിലുള്ള ഡാൻസ്? ഉടൻ മമ്മൂക്ക പറഞ്ഞ മറുപടി ദിവ്യ ഉണ്ണി ഒരുപാട് ഇൻ്റർവ്യൂസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എൻ്റെ മോളെ പ്രായമില്ല പിന്നെയാണ് നീയൊരു ഡാൻസ്, ഒന്ന് പോയേ. അപ്പോൾ ഇതാണ് മമ്മൂക്ക. സോ ധീരമായിട്ട് തീരുമാനങ്ങൾ അദ്ദേഹം സിനിമയിൽ വന്ന സമയം തൊട്ടും അദ്ദേഹം ഇപ്പോൾ ഞാൻ പറയുന്നു, ഒരു അഡൾട്ട് ഒൺലി മൂവിയിൽ മമ്മൂട്ടി അഭിനയിച്ചാൽ പോലും മമ്മൂക്ക ഒരു സ്ത്രീലമ്പടനാണെന്നോ അല്ലെങ്കിൽ മമ്മൂട്ടി ഒരു പെണ്ണുപിടിയനാണെന്നോ ആരും പറയില്ല. അത് അദ്ദേഹം ഉണ്ടാക്കിയെടുത്തൊരു ഇമേജ് തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് അതിന് ഏറ്റവും വലിയ മാതൃക ഇന്ന് വരെയും. ഇനി അതുപോലെ തന്നെ ഞാൻ പറയുന്നൊരു കാര്യം, മോഹൻലാൽ ഫാൻസ് ആരും വിഷമിക്കേണ്ട. നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളെ ജീവിതമാണ് നമുക്ക് ഒരു ഇമേജ് ഉണ്ടാക്കി തരുന്നത്. ഇന്നത്തെ നടന്മാരെ പറ്റി ആർക്കും നല്ലൊരു ഇമേജ് ഇല്ലാത്തതിൻ്റെ കാര്യം എന്താ? പലരെ പറ്റി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നു, അത് ഉപയോഗിക്കുന്നു, ഇത് ഉപയോഗിക്കുന്നു, നൈറ്റ് ലൈഫ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ നമ്മൾ അവിടെയാണ് മമ്മൂക്കിയെ മോഹൻലാലിനെയൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടത്. ഇത്രയും വർഷമായി അവർ സിനിമയിൽ 50 വർഷത്തോളം അടുക്കുന്നു. എന്നിട്ട് എന്താ അവർക്കെതിരെ ഒരു അലിഗേഷൻ ഉണ്ടാവാത്തത്? മമ്മൂക്ക തന്നെ ആലോചിച്ച് നോക്കൂ, ഇത്രയും ജെനുവിനായിട്ട് എങ്ങനെ ഇത്രയും കളർഫുള്ളായിട്ടുള്ള ഇത്രയും മോഹിപ്പിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിൽ ജെനുവിനായിട്ട് ഒരു മനുഷ്യന് നിൽക്കാൻ പറ്റുമോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ജീവിച്ച് തന്നെ കാണിച്ചു കൊടുക്കുമ്പോഴാണ് നമുക്ക് സക്സസ് ഉണ്ടാവുന്നതും മറ്റുള്ളവർ നമ്മളെ അംഗീകരിക്കുന്നതും. നമ്മൾ എങ്ങനെ ഒരാളോട് പെരുമാറുന്നോ അതുപോലെ ആളുകൾ നമ്മളെ വിലയിരുത്തുള്ളൂ. സോ വൺസ് അഗൈൻ മലയാള സിനിമയിലെ വലിയേട്ടന് അദ്ദേഹം എന്നും ഈ രീതിയിൽ തന്നെ തുടരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.